നമസ്കാരം. ബോയ്ഫ്രണ്ട് എന്ന വിനയൻ ചിത്രത്തിലൂടെ അഭിനയത്തിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് ഹണി റോസ്. കരിയറിൽ 18 വർഷം താരം പിന്നിട്ടിരിക്കുകയാണ്. എന്നാൽ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ വരുന്ന സൈബർ ആക്രമണവും പരിഹാസങ്ങളും മൂലം താരം ഇപ്പോൾ അത്ര വലിയ സന്തോഷത്തിലല്ല. വസ്ത്രധാരണത്തിന്റെ പേരിൽ ഹണിയോളം സൈബർ ആക്രമണവും പരിഹാസവും മറ്റൊരു സെലിബ്രിറ്റിയും നേരിട്ടുണ്ടാവില്ല എന്ന് തന്നെ പറയാം. അതിനാൽ പരിഹാസങ്ങളും സൈബർ ആക്രമണവും പരിധി വിട്ടതിനാൽ നിയമയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് താരം. എല്ലാവർക്കും മുന്നിൽ ചിരിച്ച മുഖവുമായി എത്തുന്നുണ്ടെങ്കിലും ആരോടും അറിയാത്തൊരു ബുദ്ധിമുട്ട് മാറി നിന്ന് നേരിടുന്നുണ്ടെന്ന് പറയുകയാണിപ്പോൾ താരം. ഡിപ്രഷന് ഗുളിക കഴിക്കേണ്ടി വന്ന അവസ്ഥ പോലും ഉണ്ടായിരുന്നുവെന്നും ഹണി റോസ് ഏറ്റവും പുതിയ അഭിമുഖത്തിൽ സംസാരിക്കവേ വ്യക്തമാക്കി. എക്സ്പോസ്ഡായ വസ്ത്രം ധരിച്ച് പുറത്തു പോയിട്ടില്ലെന്നും പാവമാണെന്ന് തോന്നിയാൽ പലരും തലയിൽ കയറി നിരങ്ങുമെന്നും ഹണി റോസ് പറയുന്നു. പോസ്റ്റ് കോവിഡിന്റെ കാലഘട്ടത്തിൽ ഇത്രയേറെ സൈബർ ആക്രമണം നേരിട്ട മറ്റൊരാളുണ്ടോ എന്നത് സംശയമാണ്. അത്രയേറെ അനുഭവിച്ചു. തന്റെ ശരീരഭാഗങ്ങൾ വരെ പരാമർശിച്ചുകൊണ്ടുള്ള മോശമായ കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. പൊതുവെ സമാധാനം ഇഷ്ടപ്പെടുന്ന, ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളായതുകൊണ്ട് പ്രശ്നത്തിലേക്കോ ബഹളത്തിലേക്കോ പോകണ്ടെന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ക്ഷമയുടെ നെല്ലി പലക കണ്ടതോടെ ഇതിങ്ങനെ പോയാൽ ശരിയാകില്ല എന്ന് തീരുമാനമെടുത്തു. ഇത് താൻ മാത്രം തുടങ്ങിവെച്ച പോരാട്ടമല്ല. ഈ വിഷയത്തെക്കുറിച്ച് കുറെ ആളുകൾ ഇതിനു മുമ്പും സംസാരിച്ചിട്ടുണ്ട്. അപ്പനായാലും അമ്മയായാലും എപ്പോഴും ശക്തമായ പിന്തുണ നൽകുന്നുണ്ടെന്നും ഹണി റോസ് പറയുന്നു. കൂടാതെ തന്നെ സ്നേഹിക്കുന്ന ആളുകളും അത്രയേറെ ശക്തമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് സ്ഥിരം വഴക്കു കേട്ടുകൊണ്ടിരുന്ന കാര്യമായിരുന്നു എന്തുകൊണ്ട് ഈ വിഷയത്തിലൊന്നും പ്രതികരിക്കുന്നില്ല എന്നത്. പക്ഷേ നമ്മളൊരു കാര്യം പുറത്തേക്ക് പറഞ്ഞാൽ അതുണ്ടാക്കാവുന്ന പ്രശ്നങ്ങളും ബഹളവും നമുക്ക് അറിയാവുന്നതാണ്. അതിന്റെ പേരിൽ ഇനി വരുന്നത് എന്തായിരിക്കുമെന്ന ചിന്ത ഉള്ളത് കൊണ്ട് മാത്രമാണ് മാക്സിമം മാറി നിന്നത്. എന്നാൽ ആളൊരു പാവം കുട്ടിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പലരും തലയിൽ കയറി നിരങ്ങും. നേരത്തെ തന്നെ കേസിന് പോയിരുന്നുവെങ്കിൽ ഈ അടുത്ത് ഇത്രയും വിഷയങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. അഭിനേതാവായതുകൊണ്ട് മാത്രമല്ല, പല മേഖലകളിലുള്ള ആളുകൾ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. തനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് ഇതിനെ നേരിടണമെന്ന തീരുമാനമെടുത്തത്. മനസമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാനുള്ള എല്ലാ സാഹചര്യവും തനിക്കുണ്ട്. എന്നിട്ട് പോലും ഡിപ്രഷന്റെ ഗുളിക കഴിക്കേണ്ടി വരുന്നു. ഇതിന്റെ കാരണം എന്തെന്ന് മനസ്സിലാകുന്നില്ലെന്നാണ് ഹണി റോസ് പറയുന്നത്. ഒരു വാക്കുകൊണ്ട് പോലും ആരെയും ഉപദ്രവിക്കണമെന്ന് തനിക്ക് ആഗ്രഹമില്ല. എന്നാൽ നിവൃത്തികേടുകൊണ്ട് മുന്നോട്ട് പോയതാണ്. ഒരു മുന്നറിയിപ്പ് കൊടുക്കുക മാത്രമായിരുന്നു തന്റെ ചിന്ത. ഉദ്ഘാടന പരിപാടികളിൽ കുറേയധികം പങ്കെടുക്കുന്നുണ്ട്. ആക്രമണത്തിന് അതൊരു കാരണമായിട്ടുണ്ടെന്നും നമ്മൾ വെറുതെ വീട്ടിലിരുന്നാൽ ആർക്കും ഒരു പ്രശ്നവുമില്ലെന്നും ഹണി റോസ് പറയുന്നു. പക്ഷെ നമ്മളെ എപ്പോഴും ലൈംലൈറ്റിൽ കാണുന്നത് അതിനൊരു ഘടകമായിട്ടുണ്ട്. എന്റെ വസ്ത്രമാണ് വിഷയമെങ്കിൽ അത് തീർത്തും വ്യത്യസ്തമാർന്ന വിഷയമാണ്. നമുക്കത് ചർച്ച ചെയ്യാം. എന്നാൽ നല്ല വസ്ത്രം ധരിക്കുന്നവരും ഇതുപോലുള്ള ആക്രമണം നേരിടേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ഹണി റോസിന്റെ വസ്ത്രത്തിലോ ഹണി റോസിന്റെ ഉദ്ഘാടനത്തിലോ കൊണ്ടുപോയി കെട്ടിയിടേണ്ട കാര്യമില്ല. ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള വസ്ത്രമാണ് താനും ധരിക്കാറുള്ളത്. അല്ലാതെ എക്സ്പോസ്ഡ് ആയിട്ടുള്ളതോ മോശമായതോ ആയ വസ്ത്രം ധരിച്ച് പുറത്തേക്ക് പോകാറില്ല. തനിക്ക് കംഫർട്ട് ആയിട്ടുള്ള വസ്ത്രം മാത്രമേ ധരിക്കാറുള്ളൂ എന്നാണ് ഹണി റോസ് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളിൽ പ്രതികരിച്ച് പറഞ്ഞത്.